Now we are going to discuss about another method to find the decimal form of 1/3. Okay, so ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഡിനോമിനേറ്ററിൽ 9 വരുന്ന ഫ്രാക്ഷൻസ് 1/9, 2/9, 3/9 എന്ന് പറയുന്ന ഫ്രാക്ഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ന്യൂമറേറ്റർ റിപ്പീറ്റ് ചെയ്യും, അത്രയാണ് സംഭവിക്കുക. 1/9 ഇസ് 0.11111 എക്സെട്ര, അവസാനിക്കില്ല, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ആൻഡ് 2/9 ഇസ് 0.222 എക്സെട്ര. 3/9 ഇസ് 0.3333 എക്സെട്ര. So 7/9 is 0.7777 etc. Okay, so ഇത് ഡിനോമിനേറ്റർ 9 ആവുന്ന ഫ്രാക്ഷൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ ഈ ഒരു ഫാക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഈ റിസൾട്ട്, അതായത് 1/3യുടെ ഡെസിമൽ റെപ്രസെൻറ്റേഷനും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ 1/3 എടുക്കുന്നു, ന്യൂമറേറ്റർ 10ൻ്റെ പവറാക്കാൻ ശ്രമിച്ചിട്ടാണ് നമ്മൾ അത്രയും സ്റ്റെപ്സ് വേണ്ടി വന്നത്. അത് ഒരു മെത്തേഡാണ്. ഇനി വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വിച്ച് ഇസ് ഈക്വൽ ടു 3/9. 3/9 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 0.3333 etc. Okay, so this is the answer. Okay, so now we have another question. Using the ideas discussed above, solve the problems, write answers as decimals. This is our question. Using the ideas discussed above, solve the following problems, write the answers as decimals. So this is our problem, and first question is 0.1111 etc. plus 0.22222 etc. For example, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 0.111111 etc. plus 0.222 etc. ഓക്കെ, സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. 0.111 എക്സെട്ര, അതിന് നമുക്ക് 1/9 എന്ന് റെപ്രസെൻറ്റ് ചെയ്തൂടെ, പ്ലസ് 0.2222 etc. can be represented as 2/9. Here the denominator of these two fractions are same. അതുകൊണ്ട് നമുക്കിത് ആഡ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതിയാവും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 3/9 is the answer. Okay, so which is equal to 3/9. We know that 3/9 is 0.333 etc. So this is our answer. 0.111 etc. plus 0.2222 etc. equal to 0.333 etc. Okay, so this is our answer. And now we have another question, that is 0.333 etc. plus 0.777 etc. 0.33 etc. plus 0.77 etc. Okay, this is our question. ഇതുപോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 0.333 നമുക്ക് 3/9 ആയിട്ടും ആൻഡ് 0.777 7/9 ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതുന്നു, മുകളിലുള്ള ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുന്നു. 3 + 7 ഇറ്റ് ഇസ് ഈക്വൽ ടു 10/9. ഓക്കെ, ഇനി ഈ 10/9 നമുക്കൊന്ന് ചെറുതാക്കി എഴുതണം. 10/9 ജസ്റ്റ് ലോങ് ഡിവിഷൻ മെത്തേഡോ എന്താണെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 10നെ നമുക്ക് 9 + 1 ആക്കി എഴുതുന്നു, ആൻഡ് ഡിവൈഡഡ് ബൈ 9 വിച്ച് ഇസ് ഈക്വൽ ടു 9/9 plus 1/9. So 9/9 is 1, and 1 plus 1/9 is the answer. And we know that
1 plus 1 by 9 is 0.111 etc. So the answer is 1 plus 0.1111 etc. which is equal to 1.1111 etc. So this is our answer. Okay, now let us discuss another question, which is we have to find the product of two decimals. Okay, for example, here we have third question, that is 0.333 etc. plus 0.666 etc. Okay, 0.333 etc. into 0.666 etc. Okay, this is our question. So 0.33 etc. can be represented as 3 by 9 and 0.666 etc. can be represented as 6 by 9. Okay, so 3 by 9 നമുക്കൊന്ന് ഷോർട്ടാക്കിയിട്ട് 3ൽ 3 1 ടൈം, 9ൽ 3 ടൈം, അതുപോലെ തന്നെ 6ൽ 3 2 ടൈംസ് ഉണ്ട് ആൻഡ് 9ൽ 3 ടൈംസ് ആണുള്ളത്. സോ ഇറ്റ് ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ് 1 by 3 into 2 by 3 1 by 3 into 2 by 3 which is equal to, ഇതെങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? 1 into 2. Here we have to find the multiple, not sum. തൊട്ട് മുമ്പിലുള്ള പ്രോബ്ലത്തിൽ നമ്മൾ സം ആണ് കണ്ടുപിടിച്ചത്. സോ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ്. സോ 1 into 2 is 2 divided by 3 into 3 is 9. We know that 2 by 9 is 0.222 etc. So the answer is 0.222 etc. Okay, in the PDF I have given some questions to work out. Okay, so do it. Thank you.